വളരെയധികം മാനസിക പിരിമുറുക്കത്തോടു കൂടിയാണ് മിക്ക പേഷ്യൻസ് ഇവിടെ വരുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ ആണ് അവർക്ക് വേണ്ടി ചെയ്യാറുള്ളത്? ഇവിടെ വരുന്ന പേഷ്യൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90% അലോപ്പതിയും മറ്റുള്ള എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സയിലേക്ക് വരുന്നത്. അതൊരു അവസാന പരീക്ഷണം എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണം എന്ന രീതിയിലായിരിക്കാം ഇവിടെ എത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ അറിയുന്നത്. കാരണം ആയിരക്കണക്കിന് ദമ്പതികളുടെ ഫോട്ടോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ആൽബത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചികിത്സയിൽ കുഞ്ഞുങ്ങളായവർ ഞങ്ങളുമായി സൗഹൃദം പങ്കിടാൻ വരുന്ന ആ ഫോട്ടോ ആണ് നമ്മൾ ആൽബത്തിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഓരോ വ്യക്തികളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എത്ര IVF കഴിഞ്ഞു, ഏതൊക്കെ ഡോക്ടറാണ് ചികിത്സിച്ചതെന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നമ്മളതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 10 വർഷമുള്ളൊരു പേഷ്യൻ്റാണ് ഈ കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് നമ്മുടെ മുന്നിൽ വരുന്നെങ്കിൽ, അവർ ഒന്നോ രണ്ടോ IVF ചെയ്താണെങ്കിൽ നമ്മൾ 15 വർഷവും 20 വർഷവും കഴിഞ്ഞ രോഗികളിൽ 4ഉം 5ഉം തവണ IVF പരാജയപ്പെട്ടവരുടെ ഫോട്ടോ അവർ കാണുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടൊരു ഇതുണ്ടാവും. എനിക്ക് അത്രമാത്രം പ്രശ്നമില്ല, അവർക്ക് ശരിയാവുന്നുണ്ടെങ്കിൽ എനിക്കും അത് ശരിയാവുന്ന ഇതുണ്ടാവും. അപ്പോൾ അവിടെ ലക്ഷങ്ങൾ ചിലവാക്കുമ്പോൾ ഇവിടെ ആയിരത്തിന് താഴെയാണ് ചികിത്സയ്ക്ക് ചിലവ് വരുന്നത്. അപ്പോൾ ആ മരുന്നിനേക്കാൾ കൂടുതൽ ഫലവത്താണ് ഇതെന്ന് നമ്മൾക്ക് തെളിയിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇതിൻ്റെതായ സത്യസന്ധമായ ഒരു ചികിത്സയാണെന്നും സൈഡ് എഫക്റ്റ് ഇല്ലെന്നുള്ള ബോധ്യപ്പെടുകയും ഇത് നമുക്ക് പരീക്ഷിക്കാവുന്ന ഇതാണെന്ന് അവരുടെ മനസ്സിൽ തോന്നുന്നുകൊണ്ട് അവർ വളരെ റിലാക്സ് ആയിട്ട് തന്നെ മരുന്ന് കഴിക്കാറാണ് പതിവ്.